പൈൽസിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഇൻറ്റേർണൽ ഹീമറോയിഡ്സ് ആയിട്ടും അതുപോലെ എക്സ്റ്റേണൽ ഹീമറോയിഡ്സ് ആയിട്ടും നമ്മൾ തരംതിരിക്കും. നമ്മുടെ ആനൽ കനാലിൽ ഡെൻഡേറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു അതിർത്തിയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പൈൽസിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഹീമറോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഡെൻഡേറ്റ് ലൈനിൻ്റെ താഴെ ഉണ്ടാകുന്ന പൈൽസിനെ എക്സ്റ്റേണൽ ഹീമറോയിഡ്സ് എന്നും പറയും. ഈ ഡെൻഡേറ്റ് ലൈനിൻ്റെ മുകളിലേക്ക് നമുക്ക് വേദനയോ തൊടുന്നതോ ചൂടോ ഒന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻറ്റേർണൽ ഹീമറോയിഡ്സിന് വേദന ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഡെൻഡേറ്റ് ലൈനിൻ്റെ താഴെ തൊലിപ്പുറത്തുള്ള പോലെ വേദന അറിയാൻ കഴിയുന്ന, വേദന വഹിച്ചു കൊണ്ടുപോകുന്ന ഞരമ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഹീമറോയിഡ്സിന് ശക്തമായ വേദന ഉണ്ടാകും. ഇൻറ്റേർണൽ ഹീമറോയിഡ്സിന് നമ്മൾ 4 ഗ്രേഡുകളായിട്ടാണ് പറയുക. മലദ്വാരത്തിൻ്റെ ഉള്ളിലൊരു സ്വെല്ലിംഗ് ഉണ്ട്, പക്ഷേ അത് യാതൊരു രീതിയിലും പുറത്തേക്ക് കാണുന്നില്ല. ചിലപ്പോൾ ബ്ലീഡിങ്ങോ മറ്റു ലക്ഷണങ്ങളോ എന്തെങ്കിലും ഡിസ്ചാർജോ ഒക്കെ ആയിട്ട് മാത്രം പുറത്തേക്ക് അറിയുന്ന ഈ ഒരു പൈൽസിനെ നമ്മൾ ഗ്രേഡ് 1 എന്ന് പറയും. എന്നാൽ നമ്മൾ സ്റ്റൂള് പാസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരികയും ഒരു സ്വെല്ലിംഗ് ആയിട്ട് പുറത്തേക്ക് വരികയും നമ്മൾ സ്റ്റൂള് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കയറി പോവുകയും ചെയ്യുന്ന പൈൽസിനെ നമ്മൾ ഗ്രേഡ് 2 എന്ന് പറയും. ഇനി നമ്മൾ സ്റ്റൂള് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരികയും അത് ഓട്ടോമാറ്റിക് പോകാതെ നമ്മൾ തള്ളി കയറ്റി കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ മാത്രം പുറത്തേക്ക് ഉള്ളിലേക്ക് കയറി പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രേഡ് 3 എന്നും, സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരികയും തീരെ തിരിച്ചു പോകാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്ന പൈൽസിനെ നമ്മൾ ഗ്രേഡ് 4 എന്നും പറയും. നേരത്തെ പറഞ്ഞു, എക്സ്റ്റേണൽ ഹീമറോയിഡ്സ് ആണെങ്കിൽ ഓൾറെഡി പെയിൻ ഉണ്ടാകും. ഇൻറ്റേർണൽ ഹീമറോയിഡ്സ് ആണെങ്കിൽ അത് പുറത്തേക്ക് വന്ന് അതിനകത്തുള്ള രക്തം കട്ട പിടിക്കുമ്പോൾ ചിലപ്പോൾ അതും നല്ല വേദന ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൈൽസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെ നമ്മൾ പൈൽസിനെ ചികിത്സിക്കാം? നമ്മൾ ഫസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ജീവിത ശൈലി രോഗമാണ്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ വണ്ണം കൂടുതലുള്ള ആളുകളാണെങ്കിൽ വണ്ണം കുറക്കണം. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കണം. അമിതമായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. ടോയ്ലറ്റിൽ അമിതമായിട്ട് സമയം ചിലവഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മൊബൈലുമായിട്ടൊക്കെ ഇന്നത്തെ കാലത്ത് ടോയ്ലറ്റ് പോകുന്ന ആളുകളാണ് കൂടുതൽ പേരും. അപ്പോൾ അതുകൊണ്ട് ടോയ്ലറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കാതെ പെട്ടെന്ന് പോവുക, കാര്യം സാധിക്കുക, പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക. ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കണം. അതുപോലെ വ്യായാമം, ചിട്ടയായിട്ടുള്ള വ്യായാമം ചെയ്യണം. പിന്നെ ഭയങ്കര സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുമ്പോൾ ഈ രീതിയിൽ പ്രഷർ കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ഒഴിവാക്കണം. പ്രധാനമായിട്ട് നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. പ്രോട്ടീനൊക്കെ കൂടുതൽ കഴിക്കുന്ന സാഹചര്യങ്ങൾ, അതായത് ഇറച്ചി, മീൻ, മുട്ടയൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അന്ന് കൂടുതൽ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഗ്രേഡ് 1 or 2 ആണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും?